ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി തക്കാളി ചോറാണ് കേട്ടോ, ടൊമാറ്റോ റൈസ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി ജീരകശാല അരിയാണ്. അത് ഞാൻ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കണേ. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. മട്ടരി ഒഴിച്ച് ഏതരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതാ ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. അതായത് 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കണേ വെച്ചാൽ ആ ഗ്ലാസ്സിൽ തന്നെ എടുക്കണം വെള്ളവും. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാനിതാ ഗ്യാസ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ഈ കുക്കറിൽ ഒറ്റ വിസിലടിക്കുക. ഒറ്റ വിസിലടിച്ച വശം തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. തന്നെ അതിൻ്റെ എയർ പോകണം. ആ എയർ പോയി ഞാനിതിപ്പോൾ തുറന്ന് നോക്കി. ആ സമയത്തുള്ള പാകമാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേവൊക്കെ. ഇത് ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് വേവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ആ പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ആ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഇത് ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണേ. റിഫൈൻഡ് ഓയിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നും പരിപ്പ്, 2 മണി കടലപ്പരിപ്പ്, പിന്നെ 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ഇടണം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സബോളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. സബോള ഞാൻ നീളത്തിൽ അരിഞ്ഞത് 1 സബോളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടങ്ങ് വഴണ്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ. രണ്ടും കൂടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറണം കേട്ടോ. അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഞാൻ 1 സബോളയാണ് എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് 3 തക്കാളി, അതാണ് കണക്ക്. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ചോറിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തേക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ 2 ഉപ്പ് കൂടിയാൽ നമുക്ക് കഴിക്കാൻ പറ്റാതെ വരും. ദേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചോറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഈ ടൊമാറ്റോ റൈസ് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ.